ഹെയർ പാക്കുകളാണ് നമുക്ക് മുടിയിൽ എപ്പോഴും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് അധികം ഓയിലില്ല. അപ്പോൾ അധികം ഷാമ്പു ഉപയോഗിക്കാതെ, കാരണം ഷാമ്പു നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നര കൂടും. അതുപോലെ തന്നെ പല സ്കാൽപ്പ് ഇഷ്യൂസ് നമുക്ക് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് വളരെ കുറവ് ഓയിൽ, അതുപോലെ ഓയിൽ തരുന്ന സാധനം, കാരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എള്ള് ഇങ്ങനെ സാധനങ്ങൾ. ഇപ്പോൾ എനിക്ക് കുറച്ച് ഒലിവും കായ അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടി. ഞാനപ്പോൾ അത് ഉണക്കി. അപ്പോൾ ഇതൊക്കെ നമുക്കത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അധികം ഷാമ്പു നമ്മൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ സോപ്പും കായ അതുപോലെയുള്ള നോൺ അയോണിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഭയങ്കര ഹാർഷായിട്ടുള്ള ഷാമ്പുകൾ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്കറിയാം ഹെയറിന് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അതെപ്പോഴും നമ്മൾ ഉണക്കി പൊടിച്ച് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത് പാക്കുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കുക. അതുപോലെ സ്വയമായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഹെയർ പാക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഉള്ളത് ഞാൻ ഇടാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കാരണം പലപ്പോഴും ഞാനിടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വീഡിയോ ഇടാം. പലപ്പോഴും മാക്സിമം നാച്ചുറലായിട്ടുള്ള ഷാമ്പുകളാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മുടി പറന്ന് കിടക്കില്ല. ഒരു കണ്ടീഷനിങ് എഫക്റ്റ് എപ്പോഴും നമുക്ക് ചീകുമ്പോൾ നമുക്ക് കാണാം. ആ മുടി ചീപ്പ് പോകുമ്പോൾ അതുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക കണ്ടീഷനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും.